നമസ്കാരം. സഹാറ എക്സ്പ്രസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായിട്ട് നമ്മൾ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന മഹാത്മാഗാന്ധി ആൻഡ് ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയൊരു ടോപ്പിക്കാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ഉടമ്പടികൾ, അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട സമരങ്ങളൊക്കെ പഠിച്ചു നിർത്തി 1932 വരെയുള്ള മഹാത്മാഗാന്ധിയുടെ ജീവിത കാലഘട്ടമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ട് 32 ശേഷമുള്ള ഗാന്ധിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. 1934 മുതൽ 1941 വരെയുള്ള ചില പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 34 റിസൈൻഡ് ഫ്രം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഗാന്ധിജി 1934 INCയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നു. ഓക്കെ, 34 അദ്ദേഹം എന്ത് ചെയ്യുന്നു? INCയിൽ നിന്ന് രാജിവെക്കുന്നു. നോക്കുക, 36 സേവാഗ്രാം ആശ്രമം എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗാന്ധിജി ഇൻ വാർധ, മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ വാർധയിൽ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? സേവാഗ്രാം എന്ന് പറയുന്ന ഒരു ആശ്രമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന വർഷം ചോദിച്ചാൽ അത് 36 അപ്പോൾ 1936 ഗാന്ധിജി കൊണ്ടുവന്ന ആശ്രമത്തിൻ്റെ പേര് സേവാഗ്രാം ആശ്രമം. എവിടെയാണെന്ന് ചോദിച്ചാൽ അത് വാർധ എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. ക്ലിയർ ആണേ? സേവാഗ്രാം ആശ്രമം, വാർധ, മഹാരാഷ്ട്ര. 36 നോക്കുക, 37 ഗാന്ധിജി കൊണ്ടുവരുന്ന ഒരു പ്ലാനാണ് വാർധ പ്ലാൻ. വാസ് ദ ബേസിക് എഡ്യൂക്കേഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഗാന്ധിജി. ഈ വാർധ പ്ലാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ അതൊരു ബേസിക് എഡ്യൂക്കേഷൻ പ്ലാനാണ്, ഒരു ചെറിയ വിദ്യാഭ്യാസ പദ്ധതിയാണ്. അപ്പോൾ 37 ഗാന്ധിജി കൊണ്ടുവന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് വാർധ പദ്ധതി. വർഷം ചോദിച്ചാൽ 37 എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. 34, 36, 37. അടുത്തത് ദ കമ്മ്യൂണിറ്റി ദാറ്റ് ലേഡ് ടു ദ സ്റ്റഡി of the Naim Tali project at the 1934 വാർധ സെക്ഷൻ ഓഫ് ദ INC. ഗാന്ധിജി കൊണ്ടുവരുന്ന മറ്റൊരു സ്റ്റഡി പ്രോജക്റ്റാണ് നയീം താലി പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഈ നയീം താലി പ്രോജക്റ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് 1937 നടക്കുന്ന വാർധ സമ്മേളനത്തിൽ, 1937 വാർധ സമ്മേളനം നടക്കുന്നു INCയുടെ. ഈ സമ്മേളനത്തിൽ ഈ നയീം താലി പ്രോജക്റ്റിനെ പറ്റി പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കമ്മിറ്റിയുടെ പേരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ക്ലിയർ ആയോ? ഗാന്ധിജി കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി 37 കൊണ്ടുവന്നത് വാർധ പദ്ധതി. 37 തന്നെ നയീം താലി പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി 37 കൊണ്ടുവന്ന അല്ലെങ്കിൽ 37 നടപ്പിലാക്കിയ ഒരു കമ്മിറ്റിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. ഈ സക്കീർ ഹുസൈൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്നത് 37 വാർധ സമ്മേളനത്തിൽ വച്ചിട്ടാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. നോക്കുക, ഗാന്ധിജീസ് ലാസ്റ്റ് വിസിറ്റ് ടു കേരള വാസ് ഓൺ ജനുവരി 12, 1937. 1937 ജനുവരി 2 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? അവസാനമായിട്ട് കേരളത്തിലേക്ക് വരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 37 തന്നെ ഗാന്ധിജി വാസ് നോമിനേറ്റഡ് ഫോർ ദ നോബൽ പ്രൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായി നോബൽ സമ്മാനത്തിലേക്ക് ഗാന്ധിജി നോമിനേറ്റ് ചെയ്യുന്നത് 37 നോബൽ പ്രൈസിൽ ആദ്യമായിട്ട് ഗാന്ധിജി നോമിനേറ്റ് ചെയ്യുന്നത് 37 അപ്പോൾ 37 വാർധ പദ്ധതി, വാർധ വിദ്യാഭ്യാസ പദ്ധതി നമ്മൾ പഠിച്ചു. നയീം താലി പ്രോജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിച്ച കമ്മിറ്റിയെ പഠിച്ചു. ഓക്കെ, ഗാന്ധിജി ആദ്യമായിട്ട് കേരളം സന്ദർശിച്ചത് 37 ജനുവരി 12 പഠിച്ചു. നോബൽ പ്രൈസിലേക്ക് ആദ്യമായിട്ട് ഗാന്ധിജിയെ നോമിനേറ്റ് ചെയ്യുന്നത് 37. 38 കോൺഗ്രസ് സെക്ഷൻ വിച്ച് അപ്രൂവ് ദ ബേസിക് എഡ്യൂക്കേഷൻ പ്ലാൻ. ഗാന്ധിജി കൊണ്ടുവന്ന ബേസിക് എഡ്യൂക്കേഷൻ പ്ലാൻ എന്ത് ചെയ്യുന്നു? അപ്രൂവ് ചെയ്യുന്നത് 38 ഹരിപുര സെക്ഷനിലാണ്. അല്ലെങ്കിൽ വാർധ പ്ലാൻ കോൺഗ്രസ് അപ്രൂവ് ചെയ്യുന്നത് 38 ഹരിപുര സമ്മേളനത്തിലാണ് എന്നുകൂടി ഓർക്കുക. ഓക്കെ, ഗാന്ധിജി കൊണ്ടുവന്ന ബേസിക് വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിക്കുന്ന കോൺഗ്രസ് സമ്മേളനമാണ് ഹരിപുര സെക്ഷൻ 1932. 1940 ഗാന്ധിജി ആൻഡ് കസ്തൂർബ വിസിറ്റഡ് ശാന്തിനികേതൻ. ശാന്തിനികേതനിൽ ഗാന്ധിജിയും കസ്തൂർബയും കൂടി സന്ദർശിക്കുന്ന വർഷമാണ് 1940. 1940 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കസ്തൂർബയോടൊപ്പം എന്ത് ചെയ്യുന്നു? ശാന്തിനികേതനിൽ സന്ദർശിക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ
34 മുതൽ 41 വരെയുള്ള കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം 34 INC നിന്ന് രാജിവെക്കുന്നു, 36 സേവാഗ്രാം ആശ്രമം സ്ഥാപിക്കുന്നു, 37 വാർധ വിദ്യാഭ്യാസ പദ്ധതി കൊണ്ടുവരുന്നു, 37 തന്നെ എന്ത് ചെയ്യുന്നു, നയീം താലി പ്രോജക്റ്റ് എന്ത് ചെയ്യുന്നു, INC അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടൊരു കമ്മിറ്റിയെ നിയമിക്കുന്നു. ആ കമ്മിറ്റിയുടെ പേര് ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റിയാണ്. 37 ഗാന്ധിജി അവസാനമായി കേരളം സന്ദർശിക്കുന്നു. അദ്ദേഹം ആദ്യമായി നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുന്നതും ഇതേ 37 തന്നെയാണ്. 38 ഗാന്ധിജിയുടെ ബേസിക് വിദ്യാഭ്യാസ പദ്ധതി എന്ത് ചെയ്യുന്നു, INC അംഗീകരിക്കുന്നു. ആ അംഗീകരിച്ച സമ്മേളനമാണ് ഹരിപുര സെക്ഷൻ 38. 40 ഗാന്ധിജിയും കസ്തൂർബ ഗാന്ധിയും കൂടി ശാന്തി നികേതൻ സംഭവിക്കുന്നു. അതേ വർഷം 40 തന്നെ ഗാന്ധിജി നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യാഗ്രഹമാണ് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ അല്ലെങ്കിൽ വ്യക്തി സത്യാഗ്രഹം എന്ന് അറിയപ്പെടുന്നു. വ്യക്തി സത്യാഗ്രഹം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹ. ഡിസാറ്റിസ്ഫൈഡ് വിത്ത് അഗസ്റ്റ് ഓഫർ, ഗാന്ധിജി കാൾഡ് ഫോർ പേഴ്സണൽ സത്യാഗ്രഹ. അഗസ്റ്റ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ ബ്രിട്ടീഷുകാർ മുമ്പോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഇതിൽ സംതൃപ്തനാകാതെയാണ് ഗാന്ധിജി ഇൻഡിവിജ്വൽ സത്യാഗ്രഹ എന്ന് പറയുന്ന ഒരു ആശയം മുൻപോട്ട് വയ്ക്കുന്നത്. ഈ ബ്രിട്ടീഷുകാർ ഈ ഒരു കാലഘട്ടമാകുമ്പോഴേക്ക് ഇന്ത്യക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ഓഫറുകൾ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബ്രിട്ടീഷ് ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്ന രീതിയിൽ ഒരുപാട് ആശയങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആഗസ്റ്റ് ഓഫർ. ആഗസ്റ്റ് ഓഫർ എന്താണെന്ന് ചോദിച്ചാൽ ആഗസ്റ്റ് ഓഫറിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ബേസിക്കായിട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യക്കാരെ 2ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, ഇന്ത്യക്ക് പെട്ടെന്ന് പുത്രിക രാജ്യ പദവി തരാമെന്ന് ബ്രിട്ടീഷുകാരൊരു ഓഫർ പോലെ അവരോട് മുമ്പോട്ട് വയ്ക്കുകയാണ്. ഇത്രയും നാൾ ഇന്ത്യക്കാരെ ഭരിച്ചിട്ട് 40 ആയപ്പോൾ പറയുകയാണ്, നിങ്ങൾ 2ാം ലോക മഹായുദ്ധത്തിൽ നമ്മളെ കൂടെ നിന്നാൽ നമ്മൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറയുന്നതിനെയാണ് ആഗസ്റ്റ് ഓഫർ എന്ന് പറയുന്നത്. നടന്ന വർഷം, അതിൽ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് ആ ഒരു സെക്ഷൻ എടുക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ എന്തായാലും ഈ ഓഗസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിൽ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടാണ് മഹാത്മാഗാന്ധി വ്യക്തി സത്യാഗ്രഹം എന്ന് പറയുന്ന ഒരു ആശയം മുൻപോട്ട് വയ്ക്കുന്നത്. ഇദ്ദേഹം ആദ്യമായിട്ട് ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് വിനോദ ഭാവെ, ദ ഫസ്റ്റ് സത്യാഗ്രഹി. വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യ സത്യാഗ്രഹിയാണ് വിനോദ ഭാവെ എന്ന് പറയുന്നത്. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു. വ്യക്തി സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ബേസിക് എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് എന്ത് ചെയ്യുന്നു, സത്യാഗ്രഹം ചെയ്യുന്നു എന്നുള്ളതാണ്. നോക്കുക, തേർഡ് സത്യാഗ്രഹി ബ്രഹ്മദത്ത്. ബ്രഹ്മദത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് 3 പേർ. അപ്പോൾ 3 സത്യാഗ്രഹികളുടെ പേര് പഠിക്കുക. ഒന്നാമത്തേത് വിനോദ ഭാവെ. വിനോദ ഭാവെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. വിനോദ ഭാവെയാണ്. രണ്ടാമത്തെ വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. മൂന്നാമത്തെ വ്യക്തി ബ്രഹ്മദത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. എങ്കിൽ വിനോദ ഭാവെ സ്റ്റാർട്ട് ഹിസ് പേഴ്സണൽ സത്യാഗ്രഹ. അദ്ദേഹം എന്നാണ് വിനോദ ഭാവെ വ്യക്തി സത്യാഗ്രഹം തുടങ്ങിയെന്ന് ചോദിച്ചാൽ 40 ഒക്ടോബർ 16 പൗനാറിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൗനാറിലെ സന്യാസി എന്ന് വിളിക്കുന്നത്. 1940 വർഷം അറിയാം, ഡേറ്റ് പഠിക്കുക. ഒക്ടോബർ 17 വിനോദ ഭാവെ വ്യക്തി സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്യുന്നത് ഒക്ടോബർ 17 പൗനാറിൽ വെച്ചിട്ടാണ്. ഓക്കെ, ക്ലിയർ. ദ മാർച്ച് കണ്ടക്ടഡ് ടു ഡൽഹി വാസ് നോൺ ആസ് ഡൽഹി ചലോ മാർച്ച്. ഈ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിലേക്ക് ഒരു മാർച്ച് നടത്തപ്പെട്ടു. ആ മാർച്ച് അറിയപ്പെടുന്ന പേരാണ് ഡൽഹി ചലോ മാർച്ച്. അപ്പോൾ ഡൽഹി ചലോ മാർച്ച് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പേഴ്സണൽ സത്യാഗ്രഹം അല്ലെങ്കിൽ വ്യക്തി സത്യാഗ്രഹം അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എങ്ങോട്ടാണ് നടത്തിയതെന്ന് ചോദിച്ചാൽ ഡൽഹിയിലേക്കാണ് നടത്തിയത് എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. ബൈ 1941 41 ആയപ്പോൾ ഈ ഇൻഡിവിജ്വൽ സത്യാഗ്രഹം എന്ത് ചെയ്തു, പരാജയപ്പെട്ടു. ഇൻഡിവിജ്വൽ സത്യാഗ്രഹ ഹാഡ് ഫെയിൽഡ്. 40 ഇൻഡിവിജ്വൽ സത്യാഗ്രഹം തുടങ്ങിയത്. 41 അത് എന്ത് ചെയ്യപ്പെട്ടുപോയി, പരാജയപ്പെട്ടുപോയി. ദ ഫസ്റ്റ് സത്യാഗ്രഹി ഫ്രം കേരള. ഈ വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നുള്ള ആദ്യ സത്യാഗ്രഹ വ്യക്തിയാണ് കെ കേളപ്പൻ. വ്യക്തി സത്യാഗ്രഹത്തിന് കേരളത്തിൽ നിന്നുള്ള ആദ്യ വ്യക്തിയാണ് കെ കേളപ്പൻ എന്നുകൂടി അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെയാണ്. അപ്പോൾ 34 മുതൽ 41 വരെയുള്ള കാര്യങ്ങൾ. 44 നടന്ന പ്രധാനപ്പെട്ട സംഭവമാണ് വ്യക്തി സത്യാഗ്രഹം. 41 ഇത് അവസാനിക്കുന്നു. നോക്കുക, 42 ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്നു. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത് നോക്കുക, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നടന്ന സമരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങളിലൊന്നാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഗാന്ധിജി വിസിറ്റഡ് സ്റ്റഫോർഡ് ക്രിപ്സ് ഇൻ ഡൽഹി ആൻഡ് ഡിസ്ക്രൈബ് ഹിസ് ഐഡിയ ആസ് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഫ്രം എ കൊളാപ്സ് ബാങ്ക്. ഒരു തകർന്ന ബാങ്കിൽ മാറാൻ കൊടുത്ത പിൻതീയതിയിട്ട ചെക്ക് എന്ന്
ഗാന്ധിജി വിളിച്ചത് സ്റ്റെഫോർഡ് ക്രിപ്സിൻ്റെ ആശയങ്ങളെയാണ്. അതായത് എന്താണെന്ന് ചോദിച്ചാൽ, ക്രിപ്സ് മിഷൻ എന്ന് പറയുന്ന ഒരു കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷുകാർ നിയമിക്കുന്നുണ്ട്. അംഗങ്ങൾ സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ തുടങ്ങിയ 3 പേരാണ് അതിനകത്ത് അംഗങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള മെയിനായിട്ട് അതിൻ്റെ ഹെഡായിട്ടുള്ള വ്യക്തിയാണ് സ്റ്റെഫോർഡ് ക്രിപ്സ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ നമ്മുടെ ഓഗസ്റ്റ് ഓഫർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു സാധനമാണ് ക്രിപ്സ് മിഷൻ. ക്രിപ്സ് മിഷനെ കുറിച്ചൊരു വിശദമായിട്ട് ആ ഒരു മേഖല പഠിക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. അപ്പോൾ എന്തായാലും ഈ ക്രിപ്സ് മിഷൻ്റെ ഹെഡായിട്ടുള്ള സ്റ്റെഫോർഡ് ക്രിപ്സിനെ ഡൽഹിയിൽ പോയി ഗാന്ധിജി കാണുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആശയത്തെ തകർന്ന ബാങ്കിൽ മാറാൻ കൊടുത്ത പിൻതീയതിയിട്ട ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഫ്രം എ കൊളാപ്സിങ് ബാങ്ക് എന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ ഒരു തകർന്ന ബാങ്കിൽ മാറ്റാൻ തന്ന ചെക്കാണ് നിങ്ങളുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്തതാണോ തള്ളിക്കളഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ ക്രിപ്സ് മിഷൻ്റെ റിപ്പോർട്ട് ഒരു പരാജയമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇൻ മെയ് 1942 അതിൻ്റെ ഫലമായിട്ട് 42 ഗാന്ധിജി വാണ്ടഡ് ദ സിവിൽ ഡിസ്റ്റർബൻസ് മൂവ്മെൻറ്റ് വുഡ് റിസ്യൂം ഇഫ് ദ ബ്രിട്ടീഷ് വെയർ നോട്ട് റെഡി ടു ലീവ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് 42 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സിവിൽ ഡിസ്ഒബീഡിയൻ്റ് മൂവ്മെൻറ്റ് വീണ്ടും റിസ്യൂം ചെയ്യുന്നു. ബ്രിട്ടീഷ് വെയർ നോട്ട് റെഡി ടു ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാൻ തയ്യാറാകുന്നത് വരെ അല്ലെങ്കിൽ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നിയമലംഘന പ്രസ്ഥാനം വീണ്ടും തുടരുമെന്ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നു പറയുന്നു. 42 റീസൺ ഫോർ പാസിങ് ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ. ഇതിൻ്റെ ഫലമായിട്ട് ആണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിലേക്ക് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് എന്ന് വേണം പഠിക്കാൻ. ഫെയിലിയർ ഓഫ് ക്രിപ്സ് മിഷൻ. ഈ ക്രിപ്സ് മിഷൻ്റെ ഹെഡായിരുന്ന വ്യക്തിയാണ് സ്റ്റെഫോർഡ് ക്രിപ്സ്. ഓക്കെ, അതിൻ്റെ അംഗങ്ങൾ പെസിഫിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ തുടങ്ങിയ 3 പേരാണ്. പെസിഫിക് ലോറൻസ്, സ്റ്റെഫോർഡ് ക്രിപ്സ്, AV അലക്സാണ്ടർ. മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് തന്നെ ക്രിപ്സ് മിഷൻ എന്നാണ് ഒപ്പിട്ടതെന്നാണ്, റിപ്പോർട്ട് കൊടുത്തതെന്നാണ്, അതിനകത്ത് പറയുന്ന വ്യവസ്ഥകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കാം. ഇപ്പോൾ നമ്മുടെ വിഷയം ഗാന്ധിജിയാണ്. അപ്പോൾ ഗാന്ധിജി വീണ്ടും അദ്ദേഹത്തിൻ്റെ സമരങ്ങളുമായിട്ട് മുന്നോട്ട് വരാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഈ ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ് എന്നറിഞ്ഞു വെച്ചിരിക്കുക. ദ ലാസ്റ്റ് മാസ് പ്രൊട്ടസ്റ്റഡ് ബൈ INC അണ്ടർ ഗാന്ധിജീസ് ലീഡർഷിപ്പ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ ഏറ്റവും അവസാനത്തെ മാസ് പ്രൊട്ടസ്റ്റ്, ഒരു ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ദ ലാസ്റ്റ് മാസ് പ്രൊട്ടസ്റ്റഡ് ബൈ INC അണ്ടർ ഗാന്ധിജീസ് ലീഡർഷിപ്പ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ INC നടത്തിയ അവസാനത്തെ പ്രൊട്ടസ്റ്റാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ്. ഇയർ ഗാന്ധി കാൾഡ് ദ മൂവ്മെൻറ്റ്. ഗാന്ധിജി ഇത് നടത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ സമരം നടത്താനായിട്ട് തീരുമാനിക്കുന്നത്. ദ ഫ്രേസ് ക്വിറ്റ് ഇന്ത്യ വാസ് കോയിൻഡ് ബൈ, ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന വാക്ക് പറഞ്ഞ വ്യക്തിയാണ് യൂസഫ് മെഹ്റലി. ക്വിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യ വിടുക എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉച്ചരിച്ച വ്യക്തി അല്ലെങ്കിൽ അത് പറഞ്ഞ വ്യക്തി യൂസഫ് മെഹ്റലിയാണ്. 1942 ഓഗസ്റ്റ് 8 ഗാന്ധിജി എന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കാനായിട്ട് തീരുമാനിക്കുന്നത്. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓഗസ്റ്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ അഗസ്റ്റ് ക്രാന്തി റെവല്യൂഷൻ എന്നറിയപ്പെടുന്നു. അഗസ്റ്റ് ക്രാന്തി എന്ന് പറഞ്ഞാൽ അതൊരു സ്ഥലമാണ്, ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടന്ന സ്ഥലമാണ് അഗസ്റ്റ് ക്രാന്തി. അതുകൊണ്ട് തന്നെ അഗസ്റ്റ് ക്രാന്തി റെവല്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അഗസ്റ്റ് ക്രാന്തി റെവല്യൂഷൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഗാന്ധിജീസ് ഡെയിലി ന്യൂസ് പേപ്പർ ദാറ്റ് ഇൻട്രൊഡ്യൂസർ ദ ഐഡിയ. ഈ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് പ്രചരിപ്പിച്ച അല്ലെങ്കിൽ അത് അച്ചടിച്ച് വന്ന ഗാന്ധിജിയുടെ പത്രത്തിൻ്റെ പേര് ചോദിച്ചാൽ പറയുക അത് ഹരിജൻ എന്ന് പറയുന്ന പത്രമാണ്. ഓക്കെ ആണേ, ക്ലിയർ ആണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമരത്തെക്കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗാന്ധിജിയുടെ പത്രമാണ് ഹരിജൻ എന്ന് പറയുന്ന പത്രം. ദ കോൺഗ്രസ് സെക്ഷൻ ദാറ്റ് പാസ്ഡ് ദ റെസൊല്യൂഷൻ വാസ് ഹെൽഡ് ഇൻ ബോംബെ. ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പ്രമേയം പാസ്സാക്കിയ INCയുടെ സമ്മേളനം ബോംബെ സമ്മേളനമാണ്. പാസ്സാക്കുന്നത് 1948 ഓഗസ്റ്റ് 8. അതാണ് നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ന് പറയുന്ന ആശയം ഗാന്ധിജി കൊണ്ടുവന്നത് ഓഗസ്റ്റ് 8 അറ്റ് ഗോവാലിയ ടാങ്ക് മൈതാൻ, നൗ അഗസ്റ്റ് ക്രാന്തി മൈതാൻ. ഇന്നതറിയപ്പെടുന്ന പേര് അഗസ്റ്റ് ക്രാന്തി മൈതാൻ എന്നാണ്. അന്നറിയപ്പെട്ടിരുന്ന പേര് ഗോവാലിയ ടാങ്ക് മൈതാനം എന്നാണ്. പേര് രണ്ടും പഠിക്കുക, അഗസ്റ്റ് ക്രാന്തി മൈതാൻ അല്ലെങ്കിൽ ഗോവാലിയ ടാങ്ക് മൈതാൻ. ഈ സ്ഥലത്ത് വെച്ച് നടന്ന, ബോംബെയിൽ വെച്ച് നടന്ന ഓഗസ്റ്റ് 8 42 നടക്കുന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് പാസ്സാക്കുന്നത്. ദ ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ഇത് ഈ പ്രമേയം അവതരിപ്പിക്കുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജി വാസ് അറസ്റ്റഡ് ഓൺ
1942 ഓഗസ്റ്റ് 9 42 ഓഗസ്റ്റ് 9 എന്ത് ചെയ്യുന്നു? ഗാന്ധിജി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓഗസ്റ്റ് 8 ഈ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നു. ഓഗസ്റ്റ് 9 ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. പ്രമേയം എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ, INCയുടെ മീറ്റിങ്ങിൽ ഇങ്ങനൊരു സമരം നമ്മൾ നയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം അവതരിപ്പിക്കുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്. നയിച്ചത് ഗാന്ധിജിയാണെങ്കിലും. കാൾ റൈസ്ഡ് ബൈ ഗാന്ധി ഡ്യൂറിങ് ദ മൊമെന്റ്. ഈ സമയത്ത് ഗാന്ധിജി ഉയർത്തിയ മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ. എല്ലാവർക്കും അറിയാം, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ദ ഡേ ദ മൂവ്മെന്റ് സ്റ്റാർട്ടഡ്. തുടങ്ങിയത് 1942 ഓഗസ്റ്റ് 9. ഓഗസ്റ്റ് 8 എന്ത് ചെയ്യുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയം അവതരിപ്പിക്കുന്നു അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് ഗാന്ധിജി തീരുമാനിക്കുന്നു. ഓഗസ്റ്റ് 9 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് തന്നെ ഗാന്ധിജി അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 9 സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 9 എന്ന് കൂടി അറിഞ്ഞു വച്ചിരിക്കുക. ക്ലിയർ ആണേ? അപ്പോൾ ഓഗസ്റ്റ് ക്രാന്തി റെവല്യൂഷൻ അല്ലെങ്കിൽ എന്നറിയപ്പെടുന്നതിൻ്റെ കാരണം ഇത് നടന്നത് ഓഗസ്റ്റ് ക്രാന്തി മൈതാനിൽ വെച്ചിട്ടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഗോവാലിയ ടാങ്ക് മൈതാനം എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെയാണേ? ക്ലിയർ ആണ്? നോക്കുക, ഗാന്ധിജീസ് ഇൻസ്ട്രക്ഷൻ ടു ദ പീപ്പിൾ. അപ്പോൾ ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ജനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങളാണ്: കിങ് ഓഫ് പ്രൊവിനൻസ് മസ്റ്റ് റെക്കഗ്നൈസ് ദ സോവേജറി ഓഫ് ദെയർ പീപ്പിൾസ്. രാജ്യത്തിലെ അല്ലെങ്കിൽ പ്രൊവിനൻസിലെ രാജാക്കന്മാർ ആ രാജ്യത്തുള്ള ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ സോവേജറിയെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം? ബോധവാന്മാരായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം എന്നൊരു നിർദ്ദേശം ഗാന്ധി ജനങ്ങൾക്ക് കൊടുത്തു. 2, ഫാർമേഴ്സ് ഷുഡ് നോട്ട് എഗ്രി ടു പേ ലാൻഡ് ടാക്സ്. കൃഷിക്കാരൊരിക്കലും ലാൻഡ് ടാക്സ് കൊടുക്കാൻ സമ്മതിക്കരുത്. ഫാർമേഴ്സ് ലാൻഡ് ടാക്സ് കൊടുക്കാൻ സമ്മതിക്കരുത് എന്ന് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. 3, ഗവൺമെൻറ് എംപ്ലോയീസ് ഷുഡ് ഡിക്ലെയർ ദെയർ അലഗൻസ് ടു ദ നാഷൻ മൂവ്മെൻറ്റ് വിത്തൗട്ട് റിസൈനിങ്. ഗവൺമെൻറ് എംപ്ലോയീസ് എന്ത് ചെയ്യുക? ഷുഡ് ഡിക്ലെയർ ദെയർ അലഗൻസ്, അവരുടെ ഐക്യദാർഢ്യം ടു ദ നാഷണൽ മൂവ്മെൻറ്റ്സ്, ദേശീയ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കുള്ള ഐക്യദാർഢ്യം അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. വിത്തൗട്ട് റിസൈനിങ്, രാജിവെച്ച് പുറത്ത് പോകാതെ. അപ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസ് ആയിട്ടുള്ള ഇന്ത്യക്കാർ ഷുഡ് ഡിക്ലെയർ ദെയർ അലിജൻസ് ടു നാഷണൽ മൂവ്മെൻറ്റ്. നാഷണൽ മൂവ്മെൻറ്റ്സിന് അവരോടുള്ള ഐക്യദാർഢ്യം എന്ന് പറയുമല്ലോ, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. വിത്തൗട്ട് റിസൈനിങ്, രാജിവെക്കരുത്. പക്ഷേ രാജിവെച്ച് പുറത്ത് പോകാതെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സമരത്തിന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. 4, സോൾജിയേഴ്സ് ഷുഡ് റിഫ്യൂസ് ടു ഫയർ ഓൺ ദെയർ ഓൺ പീപ്പിൾ വിത്തൗട്ട് റിസൈനിങ്. പട്ടാളക്കാർ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതിൽ റിഫ്യൂസ് ചെയ്യുക, അതിനെ എതിർക്കുക, അതിനെ സമ്മതിക്കാതിരിക്കുക. വിത്തൗട്ട് റിസൈനിങ്. അപ്പോൾ പട്ടാളക്കാരോ ഗവൺമെൻറ് എംപ്ലോയീസോ ഒന്നും നിങ്ങളുടെ ജോലി റിസൈൻ ചെയ്യാതെ സമരത്തിന് കൂടെ നിൽക്കുക എന്നൊരു ആഹ്വാനം ഗാന്ധി നടത്തി. പട്ടാളക്കാർ എന്ത് ചെയ്യരുത്? ബ്രിട്ടീഷുകാർ അവരെ നേരെ വെടിവെക്കാൻ പറഞ്ഞാൽ അത് ചെയ്യരുത്. നിങ്ങൾ സമരത്തിന് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ ജോലി കളയാൻ പാടുണ്ടോ? അതും കളയാൻ പാടില്ല. ഓക്കെ. അടുത്തത്, സ്റ്റുഡൻസ് ഷുഡ് അബണ്ടൻ ദെയർ സ്റ്റഡീസ് ഇഫ് ദേ ക്യാൻ ഹോൾഡ് ഔട്ട് അണ്ടിൽ ഇൻഡിപെൻഡൻസ്. കഴിയുമെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ കുട്ടികൾ എന്ത് ചെയ്യുക? വിദ്യാഭ്യാസം ഉപേക്ഷിക്കുക എന്ന് ഗാന്ധിജി ആഹ്വാനം ചെയ്തു. സ്റ്റുഡൻസ് ഷുഡ് അബണ്ടൻ ദെയർ സ്റ്റഡീസ് ഇഫ് ദേ ക്യാൻ ഹോൾഡ് ഔട്ട് അണ്ടിൽ ഇൻഡിപെൻഡൻസ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ പഠിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ ഉപേക്ഷിക്കാനായിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. വി വിൽ എയ്തർ ഫ്രീ ഇന്ത്യ, നമ്മൾ ഒന്നുകിൽ ഇന്ത്യയെ സ്വന്തമാക്കും, ഓർ ഡൈ, അല്ലെങ്കിൽ മരിക്കും. ട്രൈയിങ്, ഡു ഓർ ഡൈ. വി വിൽ എയ്തർ ഫ്രീ ഇന്ത്യ ഓർ ഡൈ ട്രൈയിങ്. വി വിൽ നോട്ട് ലീവ് ടു സീ അവർ സ്ലാവറി കണ്ടിന്യൂ. നമ്മളുടെ അടിമത്തം കണ്ടുകൊണ്ട് നമ്മൾ ഇനിയും എന്ത് ചെയ്യില്ല? ജീവനോടെ നിൽക്കില്ല. വി വിൽ എയ്തർ ഫ്രീ ഇന്ത്യ ഓർ ഡൈ ട്രൈയിങ്. നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ സ്വാതന്ത്ര്യം നേടി തിരിച്ചു വരും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഇതും അല്ലെങ്കിൽ നമ്മൾ മരിക്കും. ഇന്ത്യ ഇങ്ങനെ അടിമയായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ ഇങ്ങനെ അടിമയായിട്ട് കിടക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ ആരും ജീവിച്ചിരിക്കില്ല എന്ന് ഗാന്ധിജി എന്ത് ചെയ്തു? ജനങ്ങളോട് ഈ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തു. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് ഗാന്ധിജി നയിച്ച ഏറ്റവും അവസാനത്തെ, അല്ലെങ്കിൽ INCയുടെ ലീഡർഷിപ്പിൽ ഗാന്ധിജി നയിച്ച ഏറ്റവും അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് എന്ന് കൂടി അറിഞ്ഞു വെച്ചിരിക്കുക. ഡ്യൂറിങ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്തെ വൈസ്രോയ് എന്ന് പറയുന്നത് ലോർഡ് ലിൻലിത്ഗോ പ്രഭുവാണ്. ആ സമയത്തെ കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന
അബുൽ കലാം ആസാദാണ് 42. ഇത് നമ്മൾ പഠിച്ച പോയിന്റാണ്, മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ പോയിന്റ്. ലളിത് ഖോ പ്രഭുവാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടക്കുന്ന സമയത്ത് വൈസ്രോയി എന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന വ്യക്തിയാണ് ലോർഡ് ലിയോ ആമറി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന വ്യക്തിയാണ് ലോർഡ് ലിയോ ആമറി. ഓക്കെ, ക്ലിയർ ആണ്, കാര്യങ്ങൾ ക്ലിയർ ആണ്. ആ സമയത്ത് വൈസ്രോയി അറിയാം, കോൺഗ്രസ് പ്രസിഡന്റ് അറിയാം, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അറിയാം, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് അറിയാം. നോക്കുക, ലീഡർഷിപ്പ് ആൻഡ് കീ ഫിഗേഴ്സ് ആണ്. അണ്ടർഗ്രൗണ്ട് ലീഡേഴ്സ് ഈ സമയത്ത് അടിയറയിൽ പ്രവർത്തിച്ച വ്യക്തികളാണ് ജയപ്രകാശ് നാരായണൻ, അച്യുട്ട് പട്വാദ്കർ, റാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക്. നമ്മുടെ ഈ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർഗ്രൗണ്ട് ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കൂടുതൽ സമയം അണ്ടർഗ്രൗണ്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒളിവിലായിരിക്കും, അല്ലെങ്കിൽ ഒളിവിൽ കഴിഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ജയപ്രകാശ് നാരായണൻ, അച്യുട്ട് പട്വാർധൻ, റാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക്. ഇവരൊക്കെ ഒളിവിൽ പോയി. ഗാന്ധിജിക്ക് ഒളിവിൽ ഇല്ലാതൊന്നും സമരം ചെയ്യാം, ഗാന്ധിജി ബ്രിട്ടീഷുകാരൊന്നും ചെയ്യത്തില്ല. പക്ഷേ ഇവരുടെ അവസ്ഥ അതല്ലായിരുന്നു. അതുകൊണ്ട് അവരെയൊക്കെ എന്ത് ചെയ്തു? ഒളിവിൽ നിന്നുകൊണ്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം കൊടുത്തു. ക്വിറ്റ് ഇന്ത്യ വുമൺ ലീഡർ, ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട വനിതാ നേതാവാണ് അരുണ ആസിഫ് അലി. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പേരാണ് അരുണ ആസിഫ് അലി. ഗാന്ധിജി കോൾഡ് ഹെർ ക്വിറ്റ് ഇന്ത്യ സമരനായിക. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അരുണ ആസിഫ് അലി. അരുണ ആസിഫ് അലിയെ ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് വിളിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജി തന്നെയാണ്. ഓക്കെ, എങ്കിൽ ക്വിറ്റ് ഇന്ത്യ സമര നായകൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഹീറോ എന്നറിയപ്പെടുന്ന വ്യക്തി ജയപ്രകാശ് നാരായണനാണ്. ഗാന്ധിജിയല്ല, ജയപ്രകാശ് നാരായണനാണ് ഹീറോ. ഹീറോയിൻ അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നും ക്വിറ്റ് ഇന്ത്യ സമര നായകൻ എന്നുമാണ് നമ്മൾ പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഹീറോയിനും ജയപ്രകാശ് നാരായണനും അരുണ ആസിഫ് അലിയും. ഓക്കെയാണ്. ബാക്കി ലീഡേഴ്സിൻ്റെ പേരറിയാമല്ലോ. അച്യുട്ട് പട്വാർധൻ, റാം മനോഹർ ലോഹ്യ, ബിജു പട്നായിക്, കൂടാതെ ജയപ്രകാശ് നാരായണനുമുണ്ട്. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് ഒരു സ്ലോഗനാണ്. ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, വിഘടിക്കുക, ഇന്ത്യ വിട്ടു പോകുക. സ്ലോഗൻ റൈസ്ഡ് ബൈ മുസ്ലിം ലീഗ് ഡ്യൂറിംഗ് ദ മൂവ്മെന്റ്. ഈ സമരകാലത്ത് നമ്മുടെ മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ് ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, വിഭജിക്കുക, ഇന്ത്യ വിട്ടു പോവുക. ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിടുക എന്നാണ്. മുസ്ലിം ലീഗ് പറയുന്നു ഡിവൈഡ് ആൻഡ് ക്വിറ്റ്, വിഭജിച്ചിട്ട് എന്ത് ചെയ്യുക, വിഭജിച്ച് 2 രാഷ്ട്രമാക്കിയിട്ട് ഇവിടെ നിറങ്ങി പൊക്കോ എന്ന് മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ലീഗാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഫീമെയിൽ മാട്രി, ഇതുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചുപോയ വനിതാ രക്തസാക്ഷിയാണ് മന്ദാകിനി ഹസ്ര. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗാന്ധിബുരി എന്നറിയപ്പെടുന്നു, നോൺ ആസ് ഗാന്ധിബുരി. അപ്പോൾ ഫീമെയിൽ മാട്രി, നമ്മുടെ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് മരിച്ചുപോയ വനിതാ രക്തസാക്ഷിയാണ് മന്ദാകിനി ഹാസ്ര. ഇവർ അറിയപ്പെടുന്ന പേരാണ് ഗാന്ധിബുരി, അല്ലെങ്കിൽ ഗാന്ധിബുരി എന്നറിയപ്പെടുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് മന്ദാകിനി ഹാസ്രയാണ്. അവരാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വനിതാ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്. ജയപ്രകാശ് നാരായണൻ എസ്കേപ്ഡ് ഫ്രം ഹസാരിബാഗ് ജയിൽ to lead revolutionary activities and reforms the organization ആസാദ് ദാസ. നമ്മുടെ ജയപ്രകാശ് നാരായണൻ എന്ത് ചെയ്യുന്നു? ഹസാരിബാഗ് ജയിലിൽ നിന്നിട്ട് എസ്കേപ്പ് ചെയ്തു പോകുന്നു, ജയിലിൽ ചാടി രക്ഷപ്പെട്ടു പോകുന്നു. എന്നിട്ട് അദ്ദേഹം ചില വിപ്ലവ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് ആസാദ് ദാസ. അപ്പോൾ ആസാദ് ദാസ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഫോം ചെയ്ത വ്യക്തി ജയപ്രകാശ് നാരായണൻ. എന്തുമായി ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് കൂടി അറിഞ്ഞിരിക്കുക. അദ്ദേഹം രക്ഷപ്പെട്ടു പോയ ജയിലെന്ന് പറയുന്നത് ഹസാരിബാഗ് ജയിലാണ്. ക്ലിയർ അല്ലേ? നോക്കുക, കോൺഗ്രസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ബിഗൻ ഇൻ ബോംബെ. ഈ സമയത്ത് കോൺഗ്രസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയ സ്ഥലം ബോംബെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോൺഗ്രസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് തുടങ്ങിയ സ്ഥലം ബോംബെയാണ്. സത്താറ ലീഡർ, സത്താറയിൽ സമരത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നാനാ പട്ടേൽ. ഓക്കെ, സത്താറയിൽ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നാനാ പട്ടേൽ. സത്താറയിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് നാനാ പട്ടേൽ എന്നുകൂടി അറിഞ്ഞിരിക്കുക. അടുത്ത് നോക്കുക, ഇംപ്രസ്മെന്റ് വിത്ത് ഗാന്ധിജിയുമായിട്ട് ആഗാഖാൻ കൊട്ടാരത്തിൽ തടവിലാക്കപ്പെട്ട വ്യക്തികൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ കസ്തൂർബ ഗാന്ധിയെയും സരോജിനി നായിഡുവിനെയും
മഹാദേവ ദേശായിയെയും എന്ത് ചെയ്തിട്ടുണ്ട്, ജയിലിൽ അടച്ചിട്ടുണ്ട്. ആഘാ ഖാൻ പാലസിൽ ഗാന്ധിജിയെ തടവിൽ പാർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഗാന്ധിജിയുടെ കൂടെ കസ്തൂർബ ഗാന്ധി ഉണ്ടായിരുന്നു, സരോജിനി നായിഡു ഉണ്ടായിരുന്നു, മഹാദേവ ദേശായി ഉണ്ടായിരുന്നു. ഓക്കെ, 1944 43 എ 21-day ഹങ്കർ സ്ട്രൈക്ക് ബിഗാൻ ടു എൻഡ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വൈസ്രോയ്സ് ആൻഡ് ലീഡേഴ്സ്. ഈ ബ്രിട്ടീഷ് വൈസ്രോയിമാരും നേതാക്കന്മാരും തമ്മിലുണ്ടായിരുന്ന ചില തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി എന്ത് ചെയ്തു, ഒരു 43 ജയിലിൽ കിടക്കുന്ന സമയത്ത് ഏകദേശം 21 ദിവസത്തേക്ക് എന്ത് ചെയ്തു, ഹങ്കർ സ്ട്രൈക്ക് ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഗാന്ധിജീസ് പേഴ്സണൽ സെക്രട്ടറി ഹു ഡൈഡ് ദെയർ, ഈ ജയിലിൽ കിടന്ന് മരിച്ച അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് മഹാദേവ് ദേശായി. ഓക്കെ, ഗാന്ധിജി ആഘാ ഖാൻ പാലത്തിൽ തടവിലായിരുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ജയിലിലടക്കപ്പെടുകയും ജയിലിൽ കിടന്ന് മരണമടയുകയും ചെയ്ത ഗാന്ധിജിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ പേരാണ് മഹാദേവ ദേശായി. കസ്തൂർബ ഗാന്ധി മരിക്കുന്നതും ജയിലിൽ വെച്ചിട്ട് തന്നെയാണ്. കസ്തൂർബ മരിക്കുന്ന വർഷം ചോദിച്ചാൽ പറയുക 44 ഏപ്രിൽ 22-നാണ്. 1944 ഏപ്രിൽ 22. ഏപ്രിൽ 11 കസ്തൂർബ ഗാന്ധി മരിക്കുന്നത് ഏപ്രിൽ 22-നാണ്. 22-ൻ്റെ പകുതി 11 ഏപ്രിൽ 21-ന് കസ്തൂർബ ഗാന്ധി ജനിക്കുന്നു. അത് മദേഴ്സ് സേഫ്റ്റി ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. മദേഴ്സ് സേഫ്റ്റി ഡേ, കസ്തൂർബ ഗാന്ധിയുടെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ 11 മദേഴ്സ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നു. ഓക്കെ, ഓൺ മെയ് 6 1944 1944 മെയ് 6-ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നു, ജയിലിൽ നിന്ന് വെളിയിലാക്കപ്പെടുന്നു ഡ്യൂ ടു മലേറിയ. ഗാന്ധിജിക്ക് മലേറിയ ബാധിക്കുന്നതിന് തുടർന്നിട്ട് എന്ത് ചെയ്യുന്നു, 44 ഗാന്ധിജിയെ ജയിൽ മോചിതനാക്കുകയാണ് ചെയ്യുന്നത്. നോക്കുക, നെഹ്റുവിനെ അറസ്റ്റ് ചെയ്യുന്നത് അഹമ്മദാനഗർ ഫോർട്ട് ജയിലിലാണ്. ബോംബെയിലുള്ള അഹമ്മദാനഗർ ഫോർട്ട് ജയിലിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ തടവിൽ പാർപ്പിക്കുന്നുണ്ട്. ആ ജയിൽവാസ സമയത്ത് അദ്ദേഹം എഴുതിയ ബുക്കാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദിസ് ടൈം, ഡെഡിക്കേറ്റഡ് ടു ഹിസ് കൊളീഗ്സ് ആൻഡ് ഫെലോ വർക്കേഴ്സ്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ സഹതടവുകാർക്കെയും അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ഡിസ്കവറി ഓഫ് ഇന്ത്യ. അത് എഴുതിയത് അദ്ദേഹം അഹമ്മദാനഗർ ഫോർട്ടിലെ ജയിലിൽ കഴിയുന്ന കാലഘട്ടത്തിലാണ് എഴുതിയതെന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ലോർഡ് ലിൻലിത്കോ ഡിസ്ക്രൈബ്ഡ് ദ മൂവ്മെൻറ്റ് ആസ് ദ മോസ്റ്റ് സീരിയസ് അപ്രൈസിങ് സിൻസ് 1984. 1857 ശേഷം നടന്ന ഏറ്റവും അപ്രൈസിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ് എന്ന് ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിനെ വിശേഷിപ്പിച്ചത് ലോർഡ് ലിൻലിത്കോയാണ് എന്ന് അറച്ചു വെച്ചിരിക്കുക. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. എന്താണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് ചോദിച്ചാൽ, ദ ബ്രിട്ടീഷ് ഓപ്പറേഷൻ ടു അറസ്റ്റ് ഓൾ കീ ലീഡേഴ്സ് ഇൻ ബോംബെ വിത്തിൻ അവർ ഓഫ് സ്ട്രൈക്ക് കോൾ. സമരം പുറപ്പെട്ട് മണിക്കൂറുകൾക്കകം തന്നെ എന്ത് ചെയ്യുക, എല്ലാ സമരക്കാരെയും അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് എന്ന് പറയുന്നത്. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട്. ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെ ക്വിറ്റ് ഇന്ത്യ സമരമൊക്കെ നടന്നു. ഗാന്ധി ജയിലിലകപ്പെട്ടു. 44-ന് ജയിലിൽ നിന്ന് മോചിതനായി. ശേഷം 46-ൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്നു. അതാണ് ഇന്ത്യൻ നേവി മ്യൂട്ടിനി, ഇന്ത്യൻ നാവി കലാപം. ഇത് നടന്നത് ബോംബെയിലാണ്. 46-ലാണ് ബോംബെയിൽ നടന്നതുകൊണ്ട് ബോംബെ മ്യൂട്ടിനി എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ബാഡ് ഫുഡ്. വർണ്ണവിവേചനം. നേവി മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ നാവികന്മാർക്കിടയിൽ നടന്ന കലാപമാണ്. അപ്പോൾ നാവിക ആളുകളുടെ ഇടയിലുണ്ടായിരുന്ന റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വർണ്ണവിവേചനം, വളരെ ശോചനീയമായിട്ടുള്ള വർക്കിംഗ് കണ്ടീഷൻ, ജോലി ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യം, അതുപോലെ തന്നെ വളരെ മോശം ഭക്ഷണം. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ 46-ൽ ഇന്ത്യയിലുള്ള നാവികർ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കലാപം നയിക്കുന്നു. അതിനാണ് ഇന്ത്യൻ നേവി മ്യൂട്ടിനി എന്നറിയപ്പെടുന്നത്. ഇതിന് ഈ സമയത്തെ വൈസ്രോയി ലോർഡ് വേവൽ പ്രഭുവാണ്. അപ്പോൾ 46 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ വൈസ്രോയി വേവൽ പ്രഭുവാണ്. ആ സമയത്താണ് നേവൽ മ്യൂട്ടിനി അല്ലെങ്കിൽ നാവിക കലാപം നടന്നത്. വാർഷിപ്പ് വേർ ഇറ്റ് ബ്രോക്ക് ഔട്ട്. ഈ നാവികകലാപം പൊട്ടിപ്പുറപ്പെട്ട കപ്പൽ ചോദിച്ചാൽ പറയുക അത് HMS തൽവാർ എന്ന് പറയുന്ന കപ്പലാണ്. നാവികകലാപം പൊട്ടിപ്പുറപ്പെട്ട കപ്പലാണ് HMS തൽവാർ. HMS തൽവാർ എന്ന് പറയുന്ന കപ്പൽ. നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി, ഒരു കമ്മിറ്റിയാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇത് ഈ കലാപകാരികളെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് നേവൽ സെൻട്രൽ സ്ട്രൈക്ക് കമ്മിറ്റി എന്ന് പറയുന്നത്, ഫോമഡ് ബൈ ദ മ്യൂട്ടിനീസ്. അപ്പോൾ 46-ൽ ബോംബെയിൽ നടക്കുന്നു. കാരണങ്ങൾ അറിയാമല്ലോ, റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, പുവർ വർക്കിംഗ് കണ്ടീഷൻ, ബാഡ് ഫുഡ്. ആ സമയത്ത് വൈസ്രോയി ലോർഡ് വേവൽ പ്രഭു. ഇത് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധക്കപ്പലാണ് HMS തൽവാർ എന്ന് കൂടി അറിഞ്ഞിരിക്കുക. DC ദത്ത്. ആരാണ് DC ദത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോമിനൻ്റ് ഫിഗർ അറസ്റ്റഡ് ഫോർ ദ ലീഡിങ് ദ റിയോട്ട്. ഈ കലാപം നയിച്ച ഒരു പ്രധാനപ്പെട്ട
നേതാവാണ് DC ദത്ത്. ഇദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, BC ദത്ത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ നേവി മ്യൂട്ടനിയുമായിട്ട് ബന്ധപ്പെട്ട് അറസ്റ്റ് വരിച്ചപ്പെട്ട പ്രമുഖ നേതാവാണ് BC ദത്ത് എന്ന് പറയുന്നത്. ഗാന്ധിജി കാൾഡ് ദ മ്യൂട്ടനി ദ നൈൽ ഇൻ ദ കോഫിൻ ഓഫ് സ്വരാജ്. സ്വാതന്ത്ര്യത്തിൻ്റെ ശവപ്പെട്ടിയിലടിച്ച ആണിക്കല്ല് എന്ന് ഗാന്ധിജി വിളിച്ചത് ഈ പറയുന്ന നാവിക കലാപത്തെയാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ ശവപ്പെട്ടിയിലടിച്ച ആണിക്കല്ല് എന്ന് ഗാന്ധിജി വിളിച്ചത് ഇന്ത്യൻ നാവിക കലാപത്തെ, 46 നടന്ന കലാപത്തെയാണ് എന്നുകൂടി അറിഞ്ഞു വെച്ചിരിക്കുക. ഇൻഡിപെൻഡൻ്റ് ആൻഡ് കമ്മ്യൂണൽ റിവോൾട്ട് നോക്കുക. ഐ ആം ബെഗിങ് ടു ലോഡ് ടു ഫ്രീ മീ ഫ്രം വാലീസ് ഓഫ് ടീയേഴ്സ് ബിക്കോസ് ഐ കനോട്ട് ബിയർ ടു വിറ്റ്നസ് എ മാൻ ബീയിങ് ബ്രൂട്ടലി സ്ലഗീഡ് വിത്തൗട്ട് ദ courage to call himself a Hindu or Muslim. ഗാന്ധിജി ഓൺ ഹിസ് കൽക്കട്ട റിയോട്ട്. ഒരു കൽക്കത്ത കലാപം നടക്കുന്നു. ഈ കൽക്കത്ത കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഐ ആം ബെഗിങ് ദ ലോഡ്, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ടു ഫ്രീ മീ ഫ്രം ദ വാലി ഓഫ് ടിയേഴ്സ്, ഈ കണ്ണീരിൻ്റെ താഴ്വരയിൽ നിന്ന്. വാലി ഓഫ് ടിയേഴ്സ് ഗാന്ധിജി പറഞ്ഞൊരു കോട്ടാണേ. കണ്ണീരിൻ്റെ താഴ്വരയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. ഐ കനോട്ട് ബിയർ ടു വിറ്റ്നസ് എ മാൻ ബീങ് ബ്രൂട്ടലി സ്ലക്റ്റഡ് വിത്തൗട്ട് ദ കറേജ് ടു കാൾ ഹിംസെൽഫ് എ ഹിന്ദു ഓർ മുസ്ലിം. സ്വയം ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് പോലും വിളിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ബ്രൂട്ടലായിട്ട് കശാപ്പ് ചെയ്യപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ്. കൽക്കത്തയിൽ നടന്ന ഒരു വർഗീയ കലാപത്തിന് ആയിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞ ഒരു ആഹ്വാനമാണിത്. ഓക്കെ, ഇൻ 1947 47 ഗാന്ധിജി വാസ് ഇൻ നവഖാലി, ബംഗ്ലാദേശ്, വർക്കിംഗ് ടു റിസോൾവ് ദ റിവോൾട്ട്. 47 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു? ബംഗ്ലാദേശിൽ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അവിടെ ഒരു കലാപം അദ്ദേഹം ഇങ്ങനെ ആ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാന്ധിജി ലാസ്റ്റ് സത്യാഗ്രഹ വേദി, അവസാന സത്യാഗ്രഹ വേദി നടക്കുന്നത് ഡൽഹി ജനുവരിയിൽ 1948 ജനുവരി 12 ഗാന്ധിജിയുടെ അവസാനത്തെ സത്യാഗ്രഹം നടക്കുന്നത്. നോക്കുക, മോഹൻലാൽ പവാൻ അറ്റംപ്റ്റ് ടു അസാസിനേറ്റ് ഗാന്ധിജി ഓൺ ജനുവരി 20, 1942. ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ച 48 ജനുവരി 20 വധിക്കാൻ ശ്രമിച്ച വ്യക്തിയുടെ പേരാണ് മോഹൻലാൽ പഹ്വ എന്ന് പറയുന്ന വ്യക്തി. വധിച്ച വ്യക്തിയുടെ പേര് നമുക്കറിയാം, വിനായക് ഗോഡ്സെയാണ്. പക്ഷേ അതിനു മുമ്പും ഒരു വധശ്രമം ഗാന്ധിജിക്ക് നേരെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വധശ്രമം നടത്താൻ ശ്രമിച്ച വ്യക്തിയുടെ പേരാണ് മദൻലാൽ പഖ്വാൻ എന്ന് പറയുന്ന വ്യക്തി. മോഹൻലാൽ അല്ല, മദൻലാൽ പഖ്വാൻ എന്ന് പറയുന്ന വ്യക്തി ജനുവരി 20, 48 എന്ത് ചെയ്യുന്നു? ഗാന്ധിജിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. ഓക്കെ, ലീഡർഷിപ്പ് അറ്റ് ദ ടൈം ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ കിങ് എന്ന് പറയുന്നത് ജോർജ് 6 ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ക്ലെമന്റ് അറ്റ്ലി ആയിരുന്നു. കോൺഗ്രസ് പ്രസിഡന്റ് നമുക്കറിയാം JB കൃപലാനി ആയിരുന്നു. വൈസ്രോയി മൗണ്ട് ബാറ്റൺ ആയിരുന്നു. ഓക്കെ, KPCC പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 47 കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കിങ് ജോർജ് 6, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് അറ്റ്ലി, കോൺഗ്രസിന്റെ പ്രസിഡന്റ് JB കൃപലാനി, വൈസ്രോയി മൗണ്ട് ബാറ്റൺ, KPCC പ്രസിഡന്റ് K കേളപ്പൻ. ഈ സമയത്ത് ഗാന്ധിജി നവഖാലി, ബംഗ്ലാദേശിലെ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു ലഹള പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആയിരുന്നു നിന്നിരുന്നത്. ഓക്കെ, തൊട്ട് മുമ്പ് ഗാന്ധിജി കൽക്കത്ത റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഒരു കോട്ടാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്. ഓക്കെയാണ്. അപ്പോൾ 48 ജനുവരി 12 ഗാന്ധിജിയുടെ അവസാനത്തെ ഒരു സത്യാഗ്രഹ വേദി എന്ന് പറയുന്നു. ജനുവരി 20 എന്ത് ചെയ്യുന്നു? ഗാന്ധിജി വധിക്കാനായിട്ടൊരു വ്യക്തി ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മദൻലാൽ പഹ്വ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഗാന്ധിജി കൊല്ലുന്ന വ്യക്തി അല്ലെങ്കിൽ ഗാന്ധിജി മരിക്കുന്നത് നാഥൂറാം വിനായക് ഗോഡ്സെയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ കൊണ്ടാണ്. അപ്പോൾ ഗാന്ധിജിയുടെ മരണം 1948 സംഭവിക്കുന്നത്. 47 സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ഗാന്ധിജി നേടിത്തരുന്നു. അതുവരെയുള്ള കാര്യങ്ങൾ, ആ കാലയളവ് നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നു ഗാന്ധിജിയുടെ എക്കണോമിക് ആൻഡ് എഡ്യൂക്കേഷണൽ തോട്ട്സ്. വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഗാന്ധിജിയുടെ ചില ചിന്തകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ഓഫ് അഗ്രികൾച്ചർ ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കണം എന്ന് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 2, കൺസിഡറേഷൻ ഓഫ് കോട്ടേജ് ആൻഡ് സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്.
കുടിൽ വ്യവസായങ്ങൾക്കും ചെറുകിട വ്യവസായങ്ങൾക്കും കൂടുതൽ പരിഗണന കൊടുക്കണം എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു എക്കണോമിക് തോട്ടായിരുന്നു. 3, ദ ഫോർമേഷൻ ഓഫ് ആൻ എക്കണോമി ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി. ഇക്വാലിറ്റിയിൽ ബേസ് ചെയ്തിട്ടുണ്ട് ഒരു എക്കണോമി ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട എക്കണോമിക് തോട്ട് എന്ന് പറയുന്നത്. അടുത്തത് എ സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ എക്കണോമി. ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള അതുപോലെ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു ലോക്കൽ എക്കണോമി ഉണ്ടാക്കിയെടുക്കണം എന്നും ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ എക്കണോമിക് തോട്ടിലുള്ളൊരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട എക്കണോമിക് തോട്ടുകളാണ് നമ്മൾ പഠിച്ചത്. 1, ഇമ്പോർട്ടൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ സിസ്റ്റം, കൺസിഡറേഷൻ ഓഫ് കോട്ടേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, ദ ഫോർമേഷൻ ഓഫ് ആൻ എക്കണോമിക് ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി, എ സെൽഫ് സഫിഷ്യൻ്റ് ആൻഡ് സെൽഫ് റിലയൻറ്റ് ലോക്കൽ എക്കണോമി. ഓക്കെ, ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ എക്കണോമിക് തോട്ട്സ് എന്ന് പറയുന്നത്. ഹിന്ദു സ്വരാജ്, ദ ബുക്ക് എക്സ്പ്ലെയിനിങ് ഹിസ് എക്കണോമിക് ഐഡിയാസ്. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളെ കുറിച്ചിട്ട് വിശദീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പ്, എക്കണോമിക് സിസ്റ്റം ബേസ്ഡ് ഓൺ ദ ട്രൂത്ത് ആൻഡ് നോൺ വയലൻസ്. ട്രൂത്തിലും നോൺ വയലൻസിനും ബേസ് ചെയ്ത ഒരു സാമ്പത്തിക സിസ്റ്റമാണ്. വേർ വെൽത്ത് ഈസ് ഹെൽഡ് ഇൻ ട്രസ്റ്റ് ഫോർ സൊസൈറ്റി. ധനമെന്ന് പറയുന്നത് ഹെൽഡ് ചെയ്തിരിക്കേണ്ട സൊസൈറ്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചിട്ട് എക്കണോമിക്സിൽ നമ്മൾ വിശദമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിക്കും. എന്തായാലും ഇത് കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. അത് ട്രസ്റ്റിലും നോൺ വയലൻസിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ് എന്ന് മാത്രം നമ്മളിപ്പോൾ അറിഞ്ഞിരുന്നാൽ മതി. നോക്കുക, നയീം താലി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു, എഡ്യൂക്കേഷനാണ്. എയിംഡ് അറ്റ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ലിങ്ക്ഡ് ടു പ്രൊഡക്റ്റീവ് ഒക്യുപ്പേഷൻ. വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് നമ്മൾ നയീം താലി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത് ഗാന്ധിജിയാണ്. കാൾഡ് ഫോർ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഇൻ മദർ ടങ് ഫോർ ചിൽഡ്രൻസ് ഏജ് 8 to 40. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ മാതൃഭാഷയിൽ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് ഗാന്ധിജിയുടെ ഒരു എഡ്യൂക്കേഷണൽ തോട്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ച അദ്ദേഹത്തിൻ്റെ എക്കണോമിക് തോട്ട്, ഇപ്പോൾ പറയുന്ന അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ തോട്ട്, വിദ്യാഭ്യാസ ചിന്തകളാണ്. അതിലൊന്നാണ് നയീം താലി. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷനൊക്കെ നമ്മൾ പഠിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എപ്പോഴും തൊഴിലധിഷ്ഠിതമായിരിക്കണം, ഒരു തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അടുത്ത് പറയുന്നു 8 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ മദർ ടങ്ങിൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കണം എന്ന് പറയുന്നു. നോക്കുക, ഗ്രാമസ്വരാജ്, ദ വില്ലേജ് ആസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് എക്കണോമി. എക്കണോമിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളായിരിക്കണം എന്ന് പറയുന്നതിനെയാണ് ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത്. അടുത്തത് വാർധ പ്ലാൻ. വാർധ പദ്ധതി ഇത് നമ്മൾ പഠിച്ചതാണ്. ബേസിക് എഡ്യൂക്കേഷണൽ പ്ലാൻ സ്റ്റഡീഡ് ബൈ ഡോക്ടർ സക്കീർ ഹുസൈൻ കമ്മിറ്റി. നമ്മൾ ഒരു തവണ പറഞ്ഞതാണ്. സക്കീർ ഹുസൈൻ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബേസിക് വിദ്യാഭ്യാസ പ്ലാനാണ് വാർധ പ്ലാൻ. അപ്പോൾ ഈ വാർധ പ്ലാനും നയീം താലി പ്ലാനും ഒക്കെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് കൂടി ഓർത്തു വച്ചിരിക്കുക. നോക്കുക, അപ്പോൾ ഗാന്ധിജിയുടെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ചിന്തകൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ ചിന്തകളൊക്കെ നമ്മൾ പഠിച്ചു. 47-48 കാലഘട്ടം വരെയുള്ള ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പാക്റ്റുകൾ, കുറേ ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുറേ ആളുകളുമായിട്ട് അദ്ദേഹം ഏർപ്പെടുന്ന കരാറുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ 48 നമ്മുടെ ഗാന്ധിജി മരണപ്പെടുകയല്ല, അസാസിനേഷൻ, അതായത് ഗൂഢാലോചന ചെയ്ത് ഗാന്ധിജിയെ വധിക്കുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിയെ വധിച്ച വ്യക്തിയുടെ പേര്, വധിക്കാൻ ശ്രമിച്ച ഒരാളുടെ പേര് നമ്മൾ നേരത്തെ പഠിച്ചു. പക്ഷേ ആ ശ്രമം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്നു. ഷോട്ട് ഡെഡ് അറ്റ് 5:30 PM ഓൺ January 30, 1948. ജനുവരി 20 ഒരു വ്യക്തി ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ആ ശ്രമം പരാജയപ്പെടുന്നു. January 30, 1948 കൃത്യം 5:17 ഗാന്ധിജി എന്ത് ചെയ്യുന്നു? ഷോട്ട് ഡെഡ് ചെയ്യപ്പെടുന്നു. അതായത് അദ്ദേഹത്തിനെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. കൃത്യമായിട്ടുള്ള സമയം 5:17, January 30, 1948 അറ്റ് പ്രയർ മീറ്റിംഗ് ഇൻ ബിർള ഹൗസ്, ഡൽഹിയിലെ ബിർള ഹൗസിൽ നടന്ന ഒരു പ്രാർത്ഥന മീറ്റിങ്ങിൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യപ്പെടുന്നത്? മരിക്കപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം അസാസിൻ ചെയ്ത വ്യക്തിയുടെ പേര് നമുക്കറിയാവുന്ന പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ.
പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന പേരാണ് നാഥുറാം വിനായക് ഗോഡ്സെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറച്ചും പഠിച്ച മദൻലാൽ പഹ്വ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരും കൂടി പഠിച്ചു വെച്ചേക്കുക. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഗാന്ധിജിയെ വധിക്കാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. നാഥുറാം വിനായക് ഗോഡ്സെ വധിക്കുന്നു. ഓക്കെ, അടുത്തത് രഘു നായക് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേര് പഠിക്കുക. അദ്ദേഹം ഒരു ഒഡീഷ സ്വദേശിയാണ്. ഇദ്ദേഹമാണ് ഡിഫക്റ്റഡ് ഗോഡ്സെയെ ഡിഫക്റ്റ് ചെയ്യുന്ന, അതായത് ഗോഡ്സെ ഗാന്ധിജി വെടിവെച്ച് കൊന്ന ശേഷം രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്ന ഗോഡ്സെയെ ഡിഫക്റ്റ് ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്ന വ്യക്തിയാണ് രഘു നായക് എന്ന് പറയുന്ന ഒരു ഒഡീഷക്കാരൻ. ഓക്കെ, അദ്ദേഹം ഗാന്ധിജി മരിക്കുന്ന സമയത്ത് അവസാനമായി പറഞ്ഞ വാക്കാണ് ഹേ റാം. വെടികൊണ്ട് വീഴുന്ന സമയത്ത്, മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന സമയത്ത് അദ്ദേഹം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്ന വാക്ക് ഹേ റാം എന്നുള്ളതാണ്. ഈ ക്രൂരകൃത്യം നടന്ന സ്ഥലം ഹേ റാം എന്നുള്ളതാണ്. ബെർണിയൽ പ്ലേസ്, ഗാന്ധിജിയെ ദഹിപ്പിച്ച അല്ലെങ്കിൽ അടക്കിയ സ്ഥലമാണ് രാജ്ഘട്ട്. നമ്മുടെ അന്ത്യവിശ്രമ സ്ഥലം എന്നൊക്കെ പറയും. ഡൽഹിയിലാണ് രാജ്ഘട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടന്ന സ്ഥലം എന്ന് പറയുന്നത് രാജ്ഘട്ട്, അത് ഡൽഹിയാണ് എന്ന് കൂടി അറിഞ്ഞു വച്ചിരിക്കുക. ദ ഗാന്ധി മ്യൂസിയം ഇൻ മധുര ഹൗസ്, ദ ക്ലോത്ത്സ് ഹി വാസ് വെയർ ഹി ഡൈഡ്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രവും മറ്റുമൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന മ്യൂസിയമാണ് മധുര ഹൗസ് മ്യൂസിയം. ഓക്കെ, മധുര ഹൗസ് മ്യൂസിയത്തിലാണ് അദ്ദേഹം മരിക്കുന്ന സമയത്തുണ്ടായിരുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിച്ചിരിക്കുക. ട്രയൽ കോർട്ട്, അതായത് ഈ ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെട്ട വിചാരണ നടന്നത് പഞ്ചാബ് ഹൈക്കോർട്ടിലാണ്. ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട വിചാരണ നടന്നത് പഞ്ചാബ് ഹൈക്കോർട്ടിലാണ്. വിചാരണ ചെയ്ത വ്യക്തിയുടെ പേരാണ് ആത്മചരൺ അഗർവാൾ. ഗോഡ്സെ വിചാരണ ചെയ്ത ഗോഡ്സെയുടെ കൂടെ വേറെ കുറേ ആളുകളും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ കേസിൽ. അസാസിനേഷനാണ്. അപ്പോൾ ഒരാൾ ചുമ്മാ വന്ന് വെടിവെച്ച് കൊല്ലുന്നതല്ല, കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഗാന്ധിജി വെടിവെച്ച് കൊല്ലുന്ന അസാസിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളിൽ 8 പേരാണുള്ളത്. നമ്മൾ പഠിക്കുന്നുണ്ട്. 8 പേരിൽ 6 പേരെയൊക്കെ ശിക്ഷിക്കുന്ന കാര്യം നമ്മളിതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഇവരുടെയൊക്കെ വിചാരണ നടത്തിയ വ്യക്തിയുടെ പേരാണ് ആത്മാചരൺ അഗർവാൾ. അദ്ദേഹം പഞ്ചാബ് ഹൈക്കോർട്ടിലെ ജഡ്ജിയാണ്. ഗോഡ്സെ ആൻഡ് നാരായൺ ദത്തേത്രയ ആപ്തെ വെയർ ഹാങ്ഡ് ഇൻ അംബാല ജയിൽ ഓൺ നവംബർ 50, 1949. ഗോഡ്സെയും അതേപോലെ ഗോഡ്സെയോടൊപ്പം തൂക്കിലിടപ്പെടുന്ന മറ്റൊരു വ്യക്തിയാണ് നാരായൺ ആത്രേയ ആപ്തെ. ഈ 2 പേരെയും തൂക്കിക്കൊല്ലുന്നത് നവംബർ 15, 1947 എന്നുകൂടി ഓർത്തു വച്ചിരിക്കുക. 1947 നവംബർ 11. മൊത്തം ഇതിനകത്ത് 8 ആളുകൾ പ്രതികളാണ്. അതിനകത്ത് 6 പേരെ എന്ത് ചെയ്യുന്നുണ്ട്? ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് വിധിക്കുന്നുണ്ട്. 2 പേരെ തൂക്കിക്കൊല്ലുന്നു, ബാക്കി 6 പേരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റിന് വിധിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി അറിഞ്ഞു വച്ചിരിക്കുക. ഗോഡ്സെ എഴുതിയ ബുക്കാണ്. ഈ ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വൈ ഐ കിൽഡ് ഗാന്ധി എന്ന് പറയുന്ന ബുക്ക് ഈ വിചാരണ കാലയളവിൽ ജയിലിൽ കിടന്നുകൊണ്ട് ഗോഡ്സെ എഴുതിയ ഒരു ബുക്കാണ്. UN ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒഫീഷ്യൽ ഫ്ലാഗ് ഫ്ലോൺ അറ്റ് ഹാഫ് മാസ്റ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ നോൺ ഹെഡ് ഓഫ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഗാന്ധിജിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായിട്ടാണ് UN ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? UN പതാക പകുതി താഴ്ത്തി കെട്ടുന്നത് ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചനം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. കപൂർ കമ്മീഷൻ അപ്പോയിൻറ്റഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ അസാസിനേഷൻ. ഈ കൂട്ടക്കൊലയെക്കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, കൂട്ടക്കൊലയെക്കുറിച്ചിട്ടല്ല, എന്താണ് ഗൂഢാലോചന ചെയ്ത് നടത്തുന്ന കൊലയെക്കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നിയോഗിക്കുന്ന കമ്മീഷൻ്റെ പേരാണ് കപൂർ കമ്മീഷൻ. കപൂർ കമ്മീഷൻ നിയമിക്കുന്നത് 1966 എന്നും കൂടി ഓർത്തു വച്ചിരിക്കുക. അപ്പോൾ 1966 കപൂർ കമ്മീഷൻ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഗാന്ധിജി അസാസിനേഷനെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഹെഡായിരുന്ന വ്യക്തിയാണ് ജീവൻ ലാൽ കപൂർ. ഓക്കെ, ജീവൻ ലാൽ കപൂറാണ് കപൂർ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രസൻറ്റ് ടൈം ഗാന്ധിജിയുടെ മരണം കഴിഞ്ഞു. ഗാന്ധിജി മരണപ്പെടുന്നു. ഗാന്ധിജി ഇന്ത്യയിൽ മൊത്തം 2089 ദിവസവും സൗത്ത് ആഫ്രിക്കയിൽ 2249 ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്? ജയിലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിൽ അദ്ദേഹം മൊത്തം 2338 ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നു? ജയിലിൽ കിടക്കുന്നു. അപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ ഏകദേശം 249 ദിവസവും ചേർത്തോണ്ടല്ല, പല കാലയളവിലായിട്ട്. ഇന്ത്യയിൽ 2089 ദിവസവും ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? ജയിലിൽ കഴിയുന്നുണ്ട്. ദ ഡേ ഗാന്ധിജി ലീവ്ഡ് ഇൻ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം
ഇന്ത്യയിൽ ഗാന്ധിജി ജീവിച്ച ദിവസം എന്ന് പറയുന്നത് 168 ദിവസം മാത്രമാണ്. ഓക്കെ, ഗാന്ധിജി ഇന്ത്യയിൽ ജീവിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷം, അതായത് എനിക്ക് 47 സ്വാതന്ത്ര്യം നേടിത്തന്നു. സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് പോലും അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു കലാപം സോൾവ് ചെയ്യാനായിട്ട് വേറൊരു സ്ഥലത്തായിരുന്നു. അങ്ങനെ സ്വാതന്ത്ര്യം നേടി തന്നിട്ട് അദ്ദേഹം ഇന്ത്യയിൽ ജീവിച്ചത്, സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിച്ചത് വെറും 168 ദിവസം മാത്രമാണ്. ഗാന്ധിജി ആദ്യമായിട്ട് ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1948 ഓഗസ്റ്റ് 15-നാണ്. 1948 ഓഗസ്റ്റ് 15 എന്ത് ചെയ്യുന്നു? ദ ഫസ്റ്റ് ഇഷ്യൂഡ് വിത്ത് ഗാന്ധിസ് ഇമാജ്. ഗാന്ധിജിയുടെ ചിത്രം വെച്ചുകൊണ്ട് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇഷ്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് ഗാന്ധിജിയുടെ മരണം വരെയുള്ള കാര്യങ്ങളാണ്. ഗാന്ധിജിയുമായിട്ടുള്ള ടോപ്പിക്ക് മുഴുവനും കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആയിട്ടുണ്ട്. ഇനിയും നമുക്കുണ്ട് ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വ്യക്തികൾ, ഗാന്ധിജി പറഞ്ഞ ചില മഹത് വചനങ്ങൾ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളുമായിട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ഇനി ഒരു 1-2 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഗാന്ധിജി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചു തീർക്കാൻ കഴിയും. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി.